ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നലത്തെ പുലരി എന്താ പറയുക, ഒരു ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത കേട്ടിട്ടാണ് എല്ലാവരും എണീച്ചത്. പ്രിയപ്പെട്ട കലാകാരൻ, സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ സലീം കുമാർ മരിച്ചു എന്നൊരു വാർത്ത എല്ലാവർക്കും ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. അദ്ദേഹം എന്ന് പറയുന്നത് എല്ലാവർക്കും പോസിറ്റീവ് എനർജി പകരുന്നൊരു മനുഷ്യനാണ്. ഇത്രയും വലിയ കലാകാരനാണെങ്കിലും കൂടി അതിൻ്റെ ആ ഒരു അഹങ്കാരമോ ഇതൊന്നുമില്ലാതെ ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. എവിടെയും എന്തും തുറന്നു പറയുന്ന ഒരു പച്ചയായ മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടു. ആ മരണപ്പെട്ട വ്യക്തിയെ ചെതിയിലേക്ക് എടുക്കുന്ന ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. പറയാതിരിക്കാൻ വയ്യ. ഓൺലൈൻ മീഡിയകൾ എന്താ പറയുക, ഒരു ലൈഫിൽ ഇപ്പോൾ എത്ര വലിയ കലാകാരനാണെങ്കിലും അവരുടെ സ്വകാര്യതയിൽ കയറി അവരെ ഒരു തുരുമ്പ്, ഒരു തഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ക്യാമറ കണ്ണുകളുമായി, മൊബൈലുകളുമായി, ക്യാമറകളുമായിട്ട് അവരുടെ പുറകേ നിൽക്കും, തിക്കി തിരക്കി. അവർക്ക് ആ ഒരു എത്രയും വെയിറ്റ്, അവർ പോകുന്ന ആ ഒരു സീന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഒരു ബോഡിയും കൊണ്ട് പോകുന്ന ആ ഒരു ഇത്, മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡിക്ക് ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ എത്ര ആൾ പിടിച്ചു കഴിഞ്ഞാലും അതിന് വെയിറ്റ് ആയിരിക്കും. അപ്പോൾ അവർ ആ തിരക്കിലൂടെ ഇവരുടെ ആ ക്യാമറ എടുക്കുന്ന ആളുകളുടെയും അതുപോലെ ജനങ്ങളും എല്ലാം കൂടെ കുത്തിത്തിരക്കി അവർക്കൊന്ന് സ്വസ്ഥമായി പോവാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അവിടെ. എന്തൊരു ഇതാണല്ലേ, അവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്ന കുറേ ക്യാമറ കണ്ണുകൾ. എങ്ങനെയാണെങ്കിലും അവർക്ക് എക്സ്ക്ലൂസീവായിട്ടുള്ള ന്യൂസ് കിട്ടണം, ആ ഒരു രീതിക്കാണ് ആ ക്യാമറകളും തൂക്കി അവർ പോകുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് ശ്വാസം മുട്ടുന്നു, കാണുന്നത് നമുക്ക് തന്നെ ശ്വാസം മുട്ടുന്നു. ആ അമ്മയും മോനും എല്ലാം പോകുന്ന ഒരു അവസ്ഥ അല്ലേ. ഇത് കണ്ടിട്ട് സലീം കുമാറിൻ്റെ മോൻ പ്രതികരിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരട്ടെ, ഒന്ന് കണ്ടു നോക്കൂ. എന്തൊരു കഷ്ടമാണ് നോക്കില്ലേ. അത്രയും ഗതി കെട്ടിട്ട് ആ മോന് പ്രതികരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ആ മോനത്തെ എല്ലാവരും കുറ്റം പറയുന്നത് കൊണ്ട് സ്വന്തം അച്ഛനാണ് അവിടെ മരിച്ചു കിടക്കുന്നത്, അച്ഛൻ എന്താണ് ഓവർ ഷോ കാണിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള കമൻസുകളും കാര്യങ്ങളും കണ്ടു. ഈ കമൻ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അത്രയും പൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ആ അച്ഛൻ്റെ ബോഡി ഒന്ന് കൊണ്ടുവയ്ക്കാൻ പോലും പറ്റാത്ത അത്ര വീർപ്പ് മുട്ടി നിൽക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ, തിക്കിലും തിരക്കിലും ആ ഇതിൽ കൊണ്ടുവന്ന ആ അമ്മയ്ക്ക് പോലും അനിയനും ഒന്നും സ്വസ്ഥമായിട്ടൊന്ന് വന്ന് ആ അച്ഛനെ അവസാനമായിട്ട് കാണാൻ പറ്റാത്ത ആ ഒരു ഇതിൽ ആരാണെങ്കിലും, ഒന്നാമത്തേത് അത്രയും സങ്കടം സഹിച്ചിട്ടാണ്, സ്വന്തം അച്ഛനാണ് മരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും സങ്കടം സഹിച്ചിട്ടാണ് ആ മക്കൾ നിൽക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ തിക്കിത്തിരക്കി എങ്ങനെയും ഇവർക്ക് ആ ബോഡി കാണണം, ആ സലീം കുമാറിൻ്റെ മുഖം ഫോക്കസ് ചെയ്യണം, ആ അടക്കുന്നതും എല്ലാം കറക്റ്റായിട്ട് കാണണം. മരിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ആ ചടങ്ങുകൾ ദൂരത്ത് നിന്നായാലും അത് എടുത്താൽ മതിയല്ലോ. ആ ബോഡിയുടെ സൂം ചെയ്ത് അവർക്ക് ആ ഇതിൽ നിന്ന് കാണണം എന്നുള്ള രീതിക്കാണ് എത്രയും തിക്കി തിരക്കി ജനങ്ങൾ അവർക്കൊരു സ്വസ്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷം കൊടുക്കാതെ എങ്ങനെയും ബുദ്ധിമുട്ടുന്നത്. ആ ഒരു വീഡിയോയാണ് കണ്ടത്. അപ്പോൾ പിന്നെ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? ഒരു അച്ഛനെ സ്നേഹിക്കുന്ന മക്കൾ എങ്ങനെയാണെങ്കിലും അത് പ്രതികരിച്ചിരിക്കും. ആ ഒരു പ്രതികരിച്ചതിന് ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു ചന്തുവിന്. എന്താ പറയുക, ഒരുപാട് ആളുകൾ ഒരുപാട് അഹങ്കാരം കാണിക്കരുത്, അതാണ് ഇതാണ്, സ്വന്തം അച്ഛനാണ് അവിടെ മരിച്ചു കിടക്കുന്നത്, ഇങ്ങനെ കാണിക്കരുത്. അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടായിരുന്നു. അതിനപ്പുറം നെഗറ്റീവാണ്. സ്വന്തം അച്ഛനെ ചെതിയിലേക്ക് എടുക്കുമ്പോൾ ജീൻസും പാൻറ്റും ഇട്ടിട്ടാണോ വരുന്നത്? സലീം കുമാർ എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിന് വിശ്വാസം ഉണ്ടെങ്കിലും ഓവറായിട്ട് ഈ ആചാരങ്ങളും ഇതൊന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, എന്നെ ദഹിപ്പിച്ചതിന് ശേഷം എൻ്റെ അസ്ഥികൾ ഗംഗയിൽ ഒഴുക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നെ അടക്കണം, ആ ചിതാഭസ്മം അടക്കിയാൽ മതി, വീട്ടുവളപ്പിൽ അടക്കിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ആ ഒരു ഇതിലാണ് അദ്ദേഹം തരുന്നത്. അപ്പോൾ ആ മക്കൾ ചിത കത്തിക്കുമ്പോൾ ഉള്ള ആ ഡ്രസ്സ് ധരിച്ചില്ല, ജീൻസും ഷർട്ടും ഇട്ടിട്ടാണ് ചിത കത്തിച്ച്. അങ്ങനെയുള്ള നെഗറ്റീവ്സ് വേറെ. എല്ലാം നെഗറ്റീവ് കണ്ടുപിടിക്കാതെ അവരുടെ അവസ്ഥ ആദ്യം മനസ്സിലാക്കുക. അവർ ഏത് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. അവരത്രയും മെൻ്റലി ഇപ്പോൾ നമ്മുടെ സ്വന്തം ചോരകൾ, സ്വന്തം മാതാപിതാക്കൾ മരിക്കുമ്പോഴുള്ള ആ ഒരു വീർപ്പ് മുട്ടൽ, അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവും. അവനവൻ്റെ ഇതിൽ വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ ഏതൊരു
ഏതൊരു മക്കളാണെങ്കിലും അത് പ്രതികരിച്ചു പോകും. ചെറിയ ചെറിയ തെറ്റുകൾ കാണാതെ അവരുടെ വിഷമത്തിൽ പങ്കുചേരാൻ നോക്കുക, അല്ലാതെ ഇങ്ങനെ ക്യാമറ തൂക്കി അവരെ ബുദ്ധിമുട്ടിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു തിരക്ക് കണ്ടിട്ട് മുഖ്യമന്ത്രി അടക്കം പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. മുഖ്യമന്ത്രിക്കും ക്ഷമ നശിച്ച് മുഖ്യമന്ത്രി അടക്കം പ്രതികരിച്ചിരിക്കുന്നു. ഇതിന് വേറെ മുഖ്യമന്ത്രിയെ ട്രോളിയിട്ടുള്ള കുറേ വീഡിയോ. ഇത് നേരത്തെ പിണറായി വിജയൻ കാണിച്ചപ്പോൾ, ഇത് നേരത്തെ ഏതൊരു വീഡിയോയിൽ ഇങ്ങനെ തിരക്കിയിട്ട് ക്യാമറയും കൊണ്ട് വന്ന സമയത്ത് കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അതൊരു കൊച്ചു കുട്ടീനെയാണ് ആ കടക്ക് പുറത്ത് എന്നൊക്കെ പറയും. പിന്നെ അതൊരു മാധ്യമപ്രവർത്തകൻ ഇതുപോലെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അതെന്ന് പറയണത് അതൊരു വലിയൊരു ഓഡിറ്റോറിയം എന്തോ പരിപാടി നടക്കുന്ന സമയത്താണ്. അതങ്ങനെയല്ല, ഇതൊരു മരണ വീടാണ്. ഒരു ബോഡിയും കൊണ്ടാണ് അവർ പോകുന്നത്. അതിന് അത്രമാത്രം വെയിറ്റ് ഉണ്ടാകും. അതിന് പ്രതികരിച്ചതിന് അതിനെ മുഖ്യമന്ത്രിയെ വരെ ട്രോളിക്കൊണ്ടിട്ടുള്ള വീട്. പിണറായി വിജയൻ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഓഹോ, സതീശൻ കാണിച്ചപ്പോൾ ഹേ ഹേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ആ ഒരു വേദി വേറെ, ഇതൊരു വേദി വേറെ. ഇതൊരു മരണ വീടാണ്. ആ ഒരു മരണ വീടാണെന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ പ്രതികരിച്ചിട്ടില്ലെങ്കിലേ അതിശയുള്ളൂ. അതുപോലെ ബോഡി കൊണ്ടുപോകുമ്പോഴുള്ള ആ ഒരു തിക്കും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂട്ടോ. കണ്ടോ പിഷാരടി പറയുന്നത് കണ്ടോ, ബോഡിക്ക് ഭയങ്കര വെയിറ്റ് ഉണ്ട്, ഒന്ന് മാറും, ദയനീയൊരു അവസ്ഥയാണ് അവരുടെ അല്ലേ. അതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ പിന്നെയും അതൊന്നും ചെവി കേൾക്കാതെയാണ് അവർ തിരക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു അവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഇത്രയും വെയിറ്റ് കൊണ്ട് പോകുന്ന സമയത്ത് അവരോട് കേറേണ്ട അവസ്ഥ അത്രയും. ഇപ്പോൾ 4-5 ആൾ പിടിച്ചിട്ടുണ്ടെങ്കിലും ആ തിരക്ക് കൂടെ കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. മരിച്ചു കഴിഞ്ഞാൽ ബോഡിക്ക് വെയിറ്റ് കൂടും. അപ്പോൾ അതുപോലും മനസ്സിലാക്കാതെ കുറേ എണ്ണം അവർക്ക് എങ്ങനെയാണെങ്കിലും അവർക്ക് എക്സ്ക്ലൂസീവായിട്ട് ന്യൂസ് കിട്ടണം എന്നുള്ള രീതിക്ക് ഫോക്കസ് ചെയ്ത് ബോഡിയുടെ മുഖം കാണണം, ബോഡി മൊത്തത്തിൽ കാണണം എന്നുള്ള രീതിക്കാണ് അവർ നിൽക്കുന്നത്. എന്തൊരു അവസ്ഥയാണില്ലത്. വല്ലാത്തൊരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു തന്നെയാണ് ഈ കലാകാരന്മാർ മരിച്ചു കഴിഞ്ഞാലല്ലേ. ഇപ്പോൾ പലയിടത്തും ഇത് നല്ല ശ്രീനിവാസൻ മരിച്ച ആ സമയത്തും ഇതേ കണക്ക് തന്നെയാണ്. ഇത് നല്ല പല കലാകാരന്മാർക്കും അവർക്കൊന്ന് എന്താ പറയുക, മനം പൊട്ടി കരയാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലും സൂം ചെയ്ത് ക്യാമറ കണ്ണുകളിൽ പകർത്തിയെടുക്കുന്ന ആ ഒരു അവസ്ഥ ഭയങ്കര ദയനീയം തന്നെയാണ്. ആ ഒരു ഇതിൽ അവർക്ക് അതുപോലും മറന്ന് അച്ഛനാണ് അമ്മയാണ് മരിച്ചതെന്ന് പോലും മറന്ന് അവർക്ക് ദേഷ്യപ്പെടേണ്ടി വരുന്ന അവസ്ഥ, അവരുടെ വിഷമവും ദേഷ്യവും എല്ലാം കൂടി പുറത്ത് വരേണ്ട അവസ്ഥയാണ് ഈ ആളുകൾ കാണിച്ചു കൂട്ടുന്നത്. എന്നാലും വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. എന്താണെങ്കിലും പ്രിയ കലാകാരന് ഒരുപാട് ആളുകളെ ചിരിപ്പിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഇത് തോന്നുന്ന ഒരു ഇതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു മകന് പോലും ഇത്രയും പ്രതികരിക്കേണ്ട ഒരു ഗതികേട് വന്നത് ഓർക്കുമ്പോൾ ഭയങ്കര ദുഃഖം തോന്നുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തെക്കുറിച്ച്, സലീം കുമാറിനെ കുറിച്ച് കൊളപ്പുള്ളി ലീല പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. പയ്യെ ഒന്ന് കണ്ണൂർ നോക്കിയേട്ടാ. നല്ല സിനിമയിൽ എൻ്റെ മോനായിട്ടാണ് അഭിനയിച്ചത്. എപ്പോഴും എന്നെ കണ്ടായിരുന്നു ആദ്യം പറയുന്നത് എന്റെ അമ്മയായിട്ട് കണ്ടാലും ആദ്യം പറയുന്ന വാക്ക് സിനിമയിലെ ആദ്യത്തെ മോനാ ഞാൻ. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരു തുള്ളി കണ്ണുനീർ ഒഴുക്കാതെ നമുക്ക് കണ്ടിരിക്കാൻ കഴിയില്ല. അത്രയും ഇത് തോന്നുന്നൊരു വിഷമം തോന്നുന്ന ഒരു ഇതാണല്ലേ. അപ്പം കൊളപ്പുള്ളി ലീലയുടെ മോനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതാണ് ഞങ്ങൾ കണ്ടത്. എന്തായാലും ഭയങ്കര സങ്കടം തന്നെയാണ്. എത്രയോ ആളുകളെ ഇനി നമ്മുടെ വരും തലമുറയെ പോലും ചിരിപ്പിക്കേണ്ട അത്രയും കോമഡി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ട് പോയൊരു കലാകാരനാണ്
സലീം കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി. അതുപോലെ ഞാനൊരു വേറൊരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. കൊച്ചിൻ ഹനീഫ മരിച്ച സമയത്ത് പറഞ്ഞത്. കൊച്ചിൻ ഹനീഫ മരിച്ച സമയത്ത് എനിക്ക് വിഷമം ഉണ്ടായില്ല. എന്താ ചോദിച്ചാൽ നാളെ ഞാനും പോവേണ്ടതാണ്. അതാണ് എന്തും പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ വേറൊരു ഇൻ്റർവ്യൂവിൽ അത്രയും വയ്യാതെ പോലും അദ്ദേഹം വരുന്ന ഒരു വീഡിയോ കണ്ടു. അതിൽ അദ്ദേഹം വീഴാൻ പോകുന്നുണ്ട്. ആ വീഴാൻ പോയിട്ടും അദ്ദേഹം എന്താ പറയുക, മറ്റുള്ള ആളുകളുടെ കയ്യിൽ പിടിച്ചിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വിഷമത്തിൻ്റെ ആ ഒരു ഇത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ടില്ല എന്നുള്ളതാണ്. അത്രത്തോളം എല്ലാം പോസിറ്റീവായി കാണുന്നൊരു വ്യക്തിയാണ്. അപ്പം അത് ഓരോരുത്തരും കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓരോരുത്തരും കാണേണ്ട ഒരു ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ പോസിറ്റീവായിട്ടുള്ളത്. നമ്മൾ ചെറിയ കാര്യത്തിന് പോലും നമ്മൾ തളർന്നു പോകുന്ന ഒരു ജനറേഷനാണ് ഇപ്പോഴത്തെ. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ കണ്ടു പഠിക്കണം. ഇനി ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇല്ല. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യത്തിന് പോലും ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു ചെറിയൊരു ഇതുപോലും ഇത് തന്നെ കണ്ടില്ലേ, ക്യാമറ കണ്ണുകളുമായിട്ട് അവരുടെ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ജനറേഷനാണ് ഇപ്പോഴത്തെ. അതാണ് ആ ഒരു ഇതൊന്നും അവർക്ക് അറിയില്ല എന്താണെന്ന് പോലും. ഇപ്പം എന്താണ് സലീം കുമാറിൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് കണ്ടു, ഞങ്ങളുടെ കാലത്താണ് മൊബൈൽ കണ്ടുപിടിച്ചത്, ഞങ്ങളുടെ കാലത്താണ് ടി വി കണ്ടുപിടിച്ചത്. ഇപ്പോഴത്തെ ജനറേഷൻ എന്ത് കണ്ടുപിടിച്ചു? ഇപ്പോഴത്തെ ജനറേഷൻ ആ ടി വിയാണ് യൂസ് ചെയ്യുന്നത്, ആ മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ എന്താണ് കണ്ടുപിടിച്ചത്? ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇവരുടെ ആ ഒരു കാലഘട്ടത്തിലാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. അത് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോഴത്തെ ജനറേഷന് ബുദ്ധിയുണ്ട്, പക്ഷെ വിവേകവും ഇല്ല, ഒന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എത്ര വാക്കുകളാണ്, അല്ലെങ്കിൽ പറയുന്ന വാക്കുകൾ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതും. കുറച്ചെങ്കിലും വിവേക ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ ജനങ്ങൾ ഇങ്ങനെ കാണിക്കുമായിരുന്നു. വല്ലാതെ സങ്കടം തോന്നുന്നുണ്ട്. ഇനിയെങ്കിലും ക്യാമറ കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കുറച്ചെങ്കിലും മനസ്സിലാക്കുക, അവരുടെ പ്രൈവസിയിൽ കയറി ഒരുപാട് ചൂഴ്ന്നിറങ്ങരുത് എന്നുള്ളത് കുറച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്ക്. ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വന്ന് പറഞ്ഞെന്നുള്ളൂ. ഇതിന് ഈ നെഗറ്റീവ് കണ്ടുപിടിച്ച് അതിനൊരിതായിട്ട് നീയും ഇതിന് വേണ്ടിയിട്ടല്ലേ, റീച്ചിന് വേണ്ടിയിട്ടല്ലേ ഈ വീഡിയോ ഇട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഇത് മാക്സിമം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരുടെ കണ്ണുകൾ തുറക്കട്ടെ. ഇതുപോലെ തന്നെ കുറേ ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, കുറേ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ണ് തുറക്കട്ടെ എന്ന് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു വീഡിയോ അല്ല, ഒരുപാട് ആളുകൾ ഈ ഒരു ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം അവരുടെയൊക്കെ മെൻറ്റി അതുപോലെ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.